ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. തീർച്ചയായും പ്രോട്ടീനുകൾ ശരീര നിർമ്മാണത്തിന് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ്. എങ്കിലും അതിന് ഒരു അമിത പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? ഉദാഹരണത്തിന് ഒരു വീട് നിർമ്മാണത്തിന് സിമന്റ്, മണൽ, മെറ്റൽ, ഇഷ്ടിക ഇവയൊക്കെ ആവശ്യമുണ്ട്. ഇഷ്ടിക തന്നെയാണ് അതിന്റെ ഒരു പ്രധാന ഘടകവും. എന്നുവെച്ച് ഇഷ്ടികയുടെ അളവ് കൂട്ടിയിട്ട് സിമന്റിന്റെയും മണലിന്റെയും അളവ് കുറച്ചാൽ ആ വീടിന് ബലമുണ്ടാകുമോ? അത്തരത്തിൽ തന്നെയാണ് ശരീരത്തിന്റെ അവസ്ഥയും. ശരീരത്തിന് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, ഫാറ്റി ആസിഡുകൾ, ആവശ്യത്തിനുള്ള ധാതു ലവണങ്ങൾ, വിറ്റാമിനുകൾ മുതലായ പലവിധം ഘടകങ്ങളുടെ ആവശ്യമുണ്ട്. എന്നാൽ ഹൈ പ്രോട്ടീൻ ഡയറ്റിൽ പ്രോട്ടീനിന്റെ അളവ് കൂടുകയും മറ്റ് ഘടകങ്ങളുടെ അളവ് കുറയുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങളുടെ ആമാശയവും ലിവറും കിഡ്നികളും തന്നെയാണ്. ഇത്തരം ഡയറ്റ് പിന്തുടർന്നിട്ട് യൂറിക് ആസിഡ് കൂടിയവരെയും കിഡ്നി, ലിവർ ഡാമേജ് സംഭവിച്ച ഒരുപാട് പേരെയും നിങ്ങൾക്ക് ചുറ്റിലും കണ്ടെത്താവുന്നതാണ്. ലൈംഗികാരോഗ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ പ്രോട്ടീനുകളും ഫാറ്റുകളും അതിന് ആവശ്യമില്ല. ഇവ കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇവയുടെ മെറ്റാബോളിസം വഴി ശരീരത്തിൽ കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് ബീജങ്ങൾക്കും അണ്ഡങ്ങൾക്കും നാശം വരുത്തുന്നതിന് കാരണമാവുകയും ചെയ്യും. സ്ത്രീകളിൽ വിശേഷിച്ചും കൂടുതലുള്ള ഈ പ്രോട്ടീനുകളും ഫാറ്റുകളും അവരുടെ ഹോർമോണുകളുടെ താളം തെറ്റിച്ച് PCOD, PCOS മുതലായ അവസ്ഥകൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. എന്നുവെച്ച് പ്രോട്ടീനുകളും ഫാറ്റുകളും കഴിക്കരുത് എന്നല്ല. അവ കഴിക്കുമ്പോൾ ആവശ്യത്തിന് പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു സമീകൃത ആഹാരമാണ് ശരീരത്തിന്, പ്രത്യേകിച്ചും ലൈംഗികാരോഗ്യത്തിന് വേണ്ടത്.